കോഴിക്കോട് വടകരയിലുണ്ടായ വാഹനാപകടത്തിൽ പ്രതിയായ ഷജീലിനും കുടുംബത്തിനുമെതിരെ അപകടത്തിൽ പരിക്കേറ്റ് കോമാവസ്ഥയിൽ കഴിയുന്ന ദൃഷാനയുടെ കുടുംബം. ഷജീലും കുടുംബവും ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അപകടം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് ഷജീലിന്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുക്കണം എന്നാണ് ബന്ധുവായ വിചിത്ര 24നോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പ്രതികരണത്തിലേക്ക്. അവർക്ക് മക്കളില്ലേ, ചെറിയ വയസ്സുള്ള മോളെ കടത്താൻ അവർ കാണുന്നില്ലേ. എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടു. അമ്മയെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള മരണോ, സുഖമായിട്ട് മരിച്ചതാണോ അല്ലല്ലോ, പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ നിന്ന് രണ്ടാളും ഇതായത്. അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് ആർക്കും വരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ ജീവൻ എടുക്കുകയും ചെയ്ത് ഒരു മനുഷ്യ ശവം പോലെ ആക്കുകയും ചെയ്ത്, എന്നിട്ടും അവരിങ്ങനെ അവർക്ക് എന്തായാലും നിയമത്തിന് മുന്നിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് പറയുന്നത്. പ്രസവിച്ചൊരു സ്ത്രീയല്ലേ, അവർക്ക് പറഞ്ഞൂടെ ഒരു മക്കൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടാൽ ഇത്രയും ന്യൂസ് വന്നിട്ട് ഒരു ഫോൺ കോൾ അവർ കാണുന്നില്ലേ. ആ സമയത്താണ് നമുക്ക് പറയാനും മാപ്പ് കൊടുക്കാമെന്ന് അവർ കയ്യബദ്ധം പറ്റിയതായിരിക്കാം, കയ്യബദ്ധം പറ്റാത്ത. പക്ഷേ ഇത്രയും ഈ 10 മാസത്തിലിടക്ക് അവരിങ്ങനെ കിടന്നുറങ്ങിയത്, അവർക്ക് ഒരു മനസാക്ഷി ഉണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാവുക. ഇത്രയും മൂടി വെച്ചത് കൊണ്ട് ശിക്ഷിക്കണമെന്ന്, അവർക്കൊരു ശിക്ഷ വേണമെന്നുണ്ട്. എൻ്റെ അമ്മേൻ്റെ ജീവനും എടുത്ത് ഒരു മോളെ ഈ ഒരു അവസ്ഥയിലാക്കിയെടുത്ത്, ഞാൻ പറഞ്ഞതുപോലെ ഒരു കാറിലുണ്ടായത് അയാളെ ഭാര്യയും അയാളെ മക്കളും. എനിക്ക് അയാളെ ഭാര്യേനോടാണ് 2 ചോദ്യം ചോദിക്കാനുള്ളത്. ഇതേപോലത്തെ ഒരു കുട്ടിയാണ് അവരെ കാറിലുണ്ടായത്. നാളെ ഈ സമൂഹം ഈ കുട്ടികൾ ഇത് കണ്ടല്ലേ വളരുക. അപ്പം പിന്നെ ഈ ഭാര്യ ഇത്രയും മാസം എങ്ങനെ സമാധാനത്തിൽ വീട്ടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി ആ ഭർത്താവിൻ്റെ മുഖം മറച്ചു വെക്കാൻ. അയാൾ പിന്നെ വണ്ടി ഇടിച്ച് ഇൻഷുറൻസ് തുക 36,000 ഉറുപ്പ്യം കൈപ്പറ്റിയിട്ടാണ് അയാൾ നാട് കടന്നത്. എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ കേരള പോലീസിനോട്, ഇയാളെ എങ്ങനെയെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഭർത്താവ് ഗൾഫിൽ സൂക്ഷിച്ച് നിൽക്കുന്നു, ഈ സ്ത്രീ വീട്ടിൽ നിൽക്കുന്നു. ഈ മക്കളെ കാണുമെങ്കിലും അന്ന് ഈ കുട്ടിയെ അടിച്ച് തെറിപ്പിച്ചത് ആ സ്ത്രീ മനസ്സിൽ ഓർക്കൂലേ. ആ സ്ത്രീൻ്റെ പേരിൽ എന്തായാലും കേസെടുക്കണം. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സമീർ, എന്താണ് കുടുംബത്തിന്റെ ആവശ്യം ഇപ്പോൾ? കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രി 9 മണിയോടുകൂടിയാണ് വടകര ചോറോട് ദേശീയപാതയിൽ വെച്ചുകൊണ്ട് അപകടമുണ്ടായത്. കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആ അപകടത്തിലാണ് 62-കാരിയായിട്ടുള്ള ബേബി മരിക്കുകയും ഒപ്പം തന്നെ അവരുടെ കൊച്ചുമകളായിട്ടുള്ള ദൃഷാന എന്ന 9 വയസ്സുകാരി കോമയിൽ ആവുകയും ചെയ്തത്. കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വേളയിലാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തെ അവർ സ്വാഗതം ചെയ്യുന്നു. അവർ സന്തോഷം പങ്കുവയ്ക്കുന്നു. പോലീസിന് നന്ദി അറിയിക്കുന്നു. 10 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പുറമേരി സ്വദേശിയായിട്ടുള്ള ഷജീലിനും അതുപോലെ തന്നെ ആ കുടുംബത്തിനുമെതിരെയാണ് ഇപ്പോൾ ഈ ദൃഷാനയുടെ കുടുംബം പ്രതികരിക്കുന്നത്. അതായത് സംഭവം ഉണ്ടായി ഇത്രയേറെ നാളായിട്ടും സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഷജീലിനെതിരെ മാത്രമാണ്. ഈ ഷജീലിന്റെ ഭാര്യയും 2 മക്കളും കൂടി ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു, ഈ കാറിൽ ഉണ്ടായിരുന്നു. ആ വിഷയം മൂടിവെച്ചതുകൊണ്ട് തന്നെയും അതുപോലെ തെളിവ് നശിപ്പിക്കാനും കൂട്ടുനിന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഷജീലിന്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതി വിദേശത്താണുള്ളത്. ഷജീലിനെ വളരെ വേഗത്തിൽ നാട്ടിലെത്തിക്കണം, ശക്തമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. 10 മാസത്തോളമായി ആശുപത്രി വരാന്ത കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേഗം ഉണ്ടാകണം എന്നുള്ള ആവശ്യം കൂടി ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.